അതിഥികൾ, സദസ്സിലിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെയേറെ സന്തോഷം തോന്നുന്നു ഈ പ്രോഗ്രാമിൽ ഇങ്ങനെ പങ്കെടുക്കുമ്പോൾ, പങ്കാളിയാകുമ്പോൾ. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാലഘട്ടം ഏതെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും സംശയം പറയും അതെൻ്റെ ബാല്യകാലമാണ്, എൻ്റെ കുട്ടിക്കാലമാണ്. ഒരിക്കലെങ്കിലും സ്വന്തം ബാല്യകാലത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്തവർ നമ്മുടെ കുടുംബത്തിലുണ്ടാവില്ല. അത്രയേറെ മനോഹരമാണെന്ന് നാം പഠിച്ചിരുന്ന ആ കുട്ടിക്കാലം ഞങ്ങളുടെ. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പഠിച്ച സ്കൂളിൻ്റെ മുറ്റത്തേക്കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ, നമ്മൾ തിരിച്ചങ്ങോട്ട് നോക്കുമ്പോൾ, ആ സ്കൂളിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മളറിയാതെ നമ്മുടെ മനസ്സിലേക്ക് കുറേ ഓർമ്മകൾ ഓടിയെത്തും. നമ്മൾ പഠിച്ച ക്ലാസ് റൂമായിരിക്കും, നമ്മുടെ ക്ലാസ് ടീച്ചറായിരിക്കും, നമ്മളെ പഠിപ്പിച്ച പ്രിയപ്പെട്ട അധ്യാപകരായിരിക്കും, നമ്മുടെ പ്രിയങ്കരായ കൂട്ടുകാരായിരിക്കും, അവരുടെ ഇരട്ട പേരുകളായിരിക്കും, അങ്ങനെ പലതും 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 അവരുടെ വികൃതികളായിരിക്കും. ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും. ആ ഒരു ഫീലിങ്സിലാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കും പ്രിയങ്കരനായ ഒരു അധ്യാപകനുണ്ടായിരുന്നു. ശ്രീ പറവൂർ ജോർജ് മാഷ് എന്ന് പറയും. വലിയ സാഹിത്യകാരനായിരുന്നു. അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി ഒത്തിരിയേറെ കവിതകളും കഥകളും ലഘുനാടകങ്ങളും സാമൂഹ്യ നാടകങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ജീവിച്ചിരിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനാവാൻ, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയാവാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. കാരണം അദ്ദേഹമാണ് എന്നിലെ കലാകാരനെ കണ്ടെത്തിയത്, തിരിച്ചറിഞ്ഞത്, അതിന് പുറത്തേക്ക് കൊണ്ടുവന്നത്. അന്ന് ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹമായിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചർ. അപ്പോൾ അന്നൊക്കെ വെള്ളിയാഴ്ചകളിലെ വൈകിട്ട് അവസാനത്തെ പിന്നീട് കുട്ടികളുടെ സർഗവാസന, കലാസൃഷ്ടികൾ, കഴിവുകൾ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിരീഡായിരുന്നു. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ഞാൻ അങ്ങനെ ഒരു പരിപാടിക്ക് പേര് കൊടുത്തു. ഞാൻ പെർഫോം ചെയ്തു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് കഥാപ്രസംഗം എന്തോതായിരുന്നു. അത് ജോർജ് മാഷിന് കണ്ടു, പക്ഷെ ഒന്നും മിണ്ടിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ടീച്ചേഴ്സ് റൂമിലേക്ക് വിളിപ്പിച്ചു. ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം എനിക്ക് ഒരു 6-7 പേജ് ഒരു സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിലേക്ക് തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് മോണാക്റ്റാണ്, നീ ഇത് കാണാപ്പടം പഠിക്കണം, ഒരാഴ്ച എനിക്ക് സമയം തരാം. അങ്ങനെ ഞാനത് ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചു എന്നുള്ളതാണ് സത്യം. പിറ്റേ ദിവസം ഞാൻ മാഷിനുണ്ടായിരുന്നു. മാഷ് ഞാനത് പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ മാഷത് എങ്ങനെ പ്രസന്റ് ചെയ്യണം, എങ്ങനെയാണ് അതിൻ്റെ നടത്തുന്നത്, എങ്ങനെയാണ് അത് ഇരിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഡയലോഗിൻ്റെ വേരിയേഷൻ എങ്ങനെയാണ്, മോഡുലേഷൻ എങ്ങനെയാണ്, ഇതെല്ലാം മാഷ് എനിക്ക് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ മോണാക്ട് എൻ്റെ സ്കൂളിൽ അവതരിപ്പിച്ചു. വലിയൊരു അപ്രിസിയേഷനാണ് എനിക്ക് അവിടെ കിട്ടിയത്. അപ്പോൾ മാഷ് പിന്നെയും എന്നോട് കൂടുതൽ കോൺഫിഡൻസ് ആയിരുന്നു. അങ്ങനെ തന്നെ ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുപ്പിച്ചു. ആ വർഷം മോണാക്ടിന് ഫസ്റ്റ് പ്രൈസ് എനിക്കായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ കലാജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ 5ാം ക്ലാസ്സിൽ തുടങ്ങി. ആ ഒരു തിരിച്ചറിവ് എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നത് എൻ്റെ അധ്യാപകനായിരുന്നു. അതിനുശേഷം ഞാൻ 6ാം ക്ലാസ്സിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ആനി ടീച്ചറായിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചർ. ആനി ടീച്ചർ ഇതേപോലെ എന്നെ ടീച്ചേഴ്സ് റൂമിലേക്ക് ഒരു ദിവസം വിളിപ്പിച്ചു. എന്നിട്ട് എൻ്റെ കയ്യിലേക്ക് ഒരു പ്രസംഗം തന്നു. ഇതൊരു പ്രസംഗമാണ്, നീ കാണാപ്പാടം പഠിക്കണമെന്ന് പറഞ്ഞു. ഏകദേശം 2-2.5 പേജ് ഉണ്ടാവും. അപ്പോൾ അടുത്ത ആഴ്ച സ്വാതന്ത്ര്യ ദിനമാണ്. അന്ന് അസംബ്ലിക്ക് നീ പ്രസംഗം കാണാപ്പാടം പഠിച്ചിട്ട് നീ അത് പ്രസന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. 2.5 പേജുള്ള ആ പ്രസംഗത്തിൻ്റെ 2 വരി പോലും കാണാപ്പാടം പഠിക്കാൻ എനിക്ക് പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. എത്ര ഞാൻ കുട്ടികൾ ശ്രമിച്ചത്. അവിടെ ഞാൻ മനസ്സിലാക്കി, ഞാനും കലാകാരനാണ്, ഒരിക്കലും പ്രാസംഗികനല്ല. അതല്ല എൻ്റെ വഴിയുള്ളത്. അപ്പോ ഈ വിദ്യാലയങ്ങളിൽ നമ്മൾ അറിവ് പഠിക്കാനാണ് നമ്മൾ വിദ്യാലയങ്ങളിലേക്ക് എത്തുന്നത്. ആ അറിവിനേക്കാൾ ഉപരി തിരിച്ചറിവുകൾ പഠിക്കുന്നത് ഈ വിദ്യാലയങ്ങളിൽ തന്നെയാണ്. അത് ചിലപ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത് നമ്മുടെ അധ്യാപകരായിരിക്കും, ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരായിരിക്കും, ചിലപ്പോൾ മറ്റാരെങ്കിലും ആയിരിക്കും.
ഈ അടുത്തിടെ പേപ്പറിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. ഈ മലയാള സൈഡിൽ നടന്നൊരു സംഭവമാണ്. കഴിഞ്ഞ ആഴ്ചയാണ് പേപ്പറിൽ വാർത്തയുണ്ടായിരുന്നത്. 6ാം ക്ലാസ്സിലെ ഒരു പെൺകുട്ടി അവളുടെ അച്ഛനെ കരൾ മാറ്റി വെക്കണം, അതിന്റെ ശസ്ത്രക്രിയക്ക് പണം സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവള് ക്ലാസ്സിലിരുന്ന് കരഞ്ഞപ്പോൾ തൊട്ടടുത്തിരുന്ന കൂട്ടുകാരി ചോദിച്ചു എന്താണ് കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യം, ഭീമമായ രോഗങ്ങളും നാട്ടിലൊക്കെ പിരിവുകളൊക്കെയാണ്, എനിക്കറിയില്ല ഇതൊക്കെയാവുന്നു. അപ്പൊ ഇത് കേട്ട കൂട്ടുകാരി ചെയ്തത് അവളുടെ കാറിൽ കിടന്ന കമ്മലൂരി ഈ കൂട്ടുകാരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അത് അവളോട് അവളുടെ വീട്ടിൽ ചോദിച്ചിട്ടില്ല, അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ വേറെ ആരോടോ ടീച്ചേഴ്സിനോടോ ഒന്നും ചോദിച്ചിട്ടില്ല. അവൾക്ക് അന്നേരം തോന്നിയ ഒരു അനുകമ്പയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഒരു സ്വന്തം സഹപാഠിയിൽ നിന്നാണ് ആ തിരിച്ചറിവ് ആ കുട്ടിക്ക് അവിടെ ഉണ്ടായത്. അങ്ങനെ നമ്മളെ നല്ല മനുഷ്യരാകാൻ പഠിപ്പിക്കുന്ന ഒരു ആലയമാണ് നമ്മുടെ വിദ്യാലയം. അപ്പോ അങ്ങനെ ജോർജ് സാറിലേക്ക് വരാം. ജോർജ് സാറിന്റെ സ്ഥിരം നാടകങ്ങളിലെ ഒരു അഭിനേതാവായി ഞാൻ മാറി. പിന്നീട് ഞങ്ങൾ ഹൈസ്കൂളിലേക്ക് പോയി. ഹൈസ്കൂളിൽ 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവസാന വർഷമാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അന്നൊക്കെ +2 ഒന്നുമില്ല, +1 +2 ഒന്നുമില്ല. പിന്നീട് കോളേജാണ്, ഡിഗ്രിയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ 10ാം ക്ലാസ്സിലെ അവസാന വർഷം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എഴുതിയിട്ട് അങ്ങനെ ഞങ്ങൾ നാടകത്തിന് പേര് കൊടുത്തു. ഞാനൊരു നാടകം എഴുതി സംവിധാനം ചെയ്തു. അങ്ങനെ നാടകത്തിന്റെ റിഹേഴ്സലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെയാണ് അതിന്റെ സംവിധായകൻ, ഞാൻ തന്നെയാണ് അതിനകത്ത് നായകൻ, ഞാൻ എഴുതിയ നാടകമൊക്കെ. അങ്ങനെ അതിന്റെ റിഹേഴ്സൽ, അതിന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ടനായ വിക്രമൻ മുതലാളിയെ പോലീസ് ഇൻസ്പെക്ടർ ഞാൻ വന്ന് അറസ്റ്റ് ചെയ്യണം എന്നൊരു ഡയലോഗാണ്. മിസ്റ്റർ വിക്രമൻ മുതലാളി, യു ആർ അണ്ടർ അറസ്റ്റ്. അപ്പോൾ മുതലാളിയൊരു അറസ്റ്റ് വാറണ്ടുണ്ടോ, പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കും. എന്നിട്ട് പറയും പക്ഷേ ഞാൻ ഒരു നിയമത്തിനും വിട്ടുകൊടുക്കില്ല, നിങ്ങൾ എനിക്ക് വേണമെന്ന് പറഞ്ഞ് തോക്കെടുത്ത് മുതലാളിയെ വെടിവെച്ച് കൊല്ലുന്ന രംഗമാണ്. മുതലാളി മരിക്കുന്നു, അതുപോലെ നാടകം. അപ്പോൾ റിഹേഴ്സൽ ചെയ്തപ്പോൾ ക്ലൈമാക്സ് അല്ലേ, ഒന്ന് കൊഴുക്കാൻ വേണ്ടിയിട്ട് തോക്കെടുത്ത് വെടിവെക്കുന്ന സമയത്ത് ഒരു പടക്കം പൊട്ടിച്ചൊന്ന് ആ ശബ്ദം കേട്ടതാണ്, പൊട്ടുന്ന ശബ്ദം കേട്ടതാണ് മുതലാളി മരിച്ചു വീഴുന്നത്. അങ്ങനെ റിഹേഴ്സലൊക്കെ ഭംഗിയായി ആ ദിവസം നാടകം തട്ടയിൽ കയറി. നാടകം നല്ല മനോഹരമായിട്ടുള്ളതൊക്കെയാണ്. കുട്ടികൾ ചിരിക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ക്ലൈമാക്സിലേക്ക് പോകുന്നു. ക്ലൈമാക്സ് രംഗത്തിലേക്ക് ഞാൻ കയറി വന്നു, ഇൻസ്പെക്ടർ കയറി വന്നു. മുതലാളിയോട് പറഞ്ഞു, മിസ്റ്റർ വിക്രമ മുതലാളി, യു ആർ അണ്ടർ അറസ്റ്റ്. മുതലാളി വെച്ചു, അറസ്റ്റ് വാറണ്ട് കൊണ്ടുണ്ടോ? ഞാൻ പറഞ്ഞു യെസ് ഉണ്ട്. പോക്കറ്റിൽ കൈയിട്ടു, വാറണ്ട് കാണുന്നില്ല. അയ്യോ, ഞാൻ വാറണ്ട് പോക്കറ്റിൽ ഇട്ടതാണല്ലോ. അപ്പോഴാണ് ഞാൻ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിയത്. ഈ യൂണിഫോം പാന്റിന്റെ അടിയിൽ നിക്കറിട്ടുണ്ടായിരുന്നു. ആ നിക്കറിന്റെ പോക്കറ്റിലാണ് വാറണ്ട് ഇട്ടേക്കുന്നത്, അതിന്റെ മീതെയാണ് പാന്റ് ഇട്ടേക്കുന്നത്. ഇനി പാന്റ് സ്റ്റേജിൽ ദൂരിട്ട് നിക്കറിന്റെ പോക്കറ്റിൽ നിന്ന് സാധനം കൊടുക്കാൻ പറ്റില്ല, എന്ത് ചെയ്യും? അപ്പൊ ഇയാൾ വാറണ്ട് എടുക്കുന്നതാണോ? വാറണ്ട് എടുക്കാൻ മറന്നുപോയി. പുള്ളിക്ക് എന്നോട് പുച്ഛം, സംവിധായകൻ തന്നെ മറന്നേക്കണം എന്നുള്ള രീതിയിൽ. അത് ഞാൻ പറഞ്ഞു, അതൊക്കെ വിട്, യു ആർ അണ്ടർ അറസ്റ്റ്. പക്ഷേ ഞാനൊരു നിയമത്തിനും വിട്ടുകൊടുക്കില്ല, നിങ്ങളെ എനിക്ക് വേണം എന്ന് പറഞ്ഞ് തോക്കെടുത്തു. സൈഡിലേക്ക് പാഴ നോക്കി. അപ്പൊ പറഞ്ഞ് ചട്ടം കെട്ടിയ പടക്കാട്ട് നിൽപ്പുണ്ട്, കത്തിച്ചു പിടിച്ചേക്കുന്നു. അവനത് നിന്നും ആ ടൈമിൽ ഞാൻ വെടിവെച്ചു. പടക്കം പൊട്ടിയില്ല. മുതലാളി ചാവാതിക്കാൻ നിൽക്കുകയാണ്. മുതലാളിക്ക് ശബ്ദം വീണാൽ മതി, നാടകം തീരും. പക്ഷെ പുള്ളി മരിക്കുന്നില്ല, പടക്കത്തിന്റെ ശബ്ദമില്ലാതെ. എന്ത് ചെയ്യും? നാടകം തീരുന്നേ, നാടകം തീർന്നാലേ കർത്തനിടാൻ പറ്റുള്ളൂ. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിന്നപ്പോ ഞാൻ സൈഡിലേക്ക് നോക്കിയപ്പോ അവൻ പറഞ്ഞു, ഒരു പടക്കം കൂടി എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. സമാധാനം. വീണ്ടും ഞാൻ പറഞ്ഞു, വിക്രമൻ മുതലാളി, യു ആർ അണ്ടർ അറസ്റ്റ്. പുള്ളി പിന്നെ അറസ്റ്റ് വാറണ്ട് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, അത് ചോദിക്കല്ലേ. എന്നിട്ട് വീണ്ടും പുള്ളിനോട് പറഞ്ഞു, ഞാനൊരു നിയമത്തിന് വിട്ടുകൊടുക്കില്ല, നിങ്ങളെ എനിക്ക് വേണം. തോക്കെടുത്തു, നോക്കിയപ്പോ പടക്കം കറക്റ്റാണ്. കത്തിച്ചിട്ടു, വെടിവെച്ചു. അപ്പോഴും പടക്കം പൊട്ടിയില്ല. മുതലാളി ആവാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പുള്ളി മരിച്ചു വീണാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, മുന്നിലേക്ക് പോകാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ കുഞ്ഞു ബുദ്ധിയിൽ ഒരു ചാൻസും കൂടി കൊടുക്കാം, എന്നാലേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ പറഞ്ഞു, പടക്കം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 3ാം തവണയും ഞാൻ പറഞ്ഞു, മിസ്റ്റർ മുതലാളി, എങ്കിലും നിങ്ങൾക്കൊന്നും മരിച്ചുകൂടെ? നിങ്ങളെ ഒരു നിയമത്തിനും വിട്ടുകൊടുക്കില്ല, നിങ്ങളെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് തോക്കെടുത്തു. കറക്റ്റ്
നന്നായിട്ട് പടക്കം കത്തിച്ചു, വെടിവെച്ചു. പടക്കം പൊട്ടിയപ്പോ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പൊട്ടാതെ കിടന്ന പടക്കം കൂടി ഒരുമിച്ച് പൊട്ടി. പറഞ്ഞ് പൊട്ടിയപ്പോ മുതലാളി അയ്യോ അമ്മ അച്ഛോ എന്ന് പറഞ്ഞാണ് താഴെ വീണത്. അങ്ങനെ സംഭവബഹുലമായ 10ാം ക്ലാസ്സിലെ നാടകം കഴിഞ്ഞിട്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഇങ്ങനത്തെ കുറെ അനുഭവങ്ങളാണ്. ജീവിതത്തിലെ കുറെ ഓർമ്മകളാണ് നമ്മളേക്ക് എന്നും നിലനിർത്തുന്നതും മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ കുട്ടികളോട് ഒരേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ. നമ്മളെല്ലാവരും ദൈവം ചുമ്മാ ആരെയും ഭൂമിയിലേക്ക് വിട്ടിട്ടില്ല. ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നവരെല്ലാവരും ഭാഗ്യവന്മാരാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ചുമ്മാ ആരെയും വിട്ടിട്ടില്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊച്ചു 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 കഴിവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ കഴിവുകൾ നമ്മൾ തിരിച്ചറിയുക, നമ്മളത് പ്രകടിപ്പിക്കേണ്ടടുത്ത് പ്രകടിപ്പിക്കുക എന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പറയുമ്പോൾ ഒരു കൊച്ചു കഥയും കൂടി എനിക്ക് ഓർമ്മയാണ്. അതും കൂടി ഞാൻ നിങ്ങളായിട്ട് പറയാം. അത് കുഞ്ഞുങ്ങളൊക്കെ റെഡിയായിട്ട് ഉൾപ്പെടുന്നത് എന്നാലും പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പറയട്ടെ. അപ്പൊ ഈ കഴിവിന്റെ കാര്യം പറയുമ്പോൾ ഒരു കൊച്ചു കഥയും കൂടി. ഒരിക്കലും ഒരു ബിസിനസ്സുകാരൻ കോടീശ്വരനാണ്. അയാളുടെ ഒരു യാത്രക്കിടെ ഒരു ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കഴിയും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്ത് ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് അയാൾ ആ ഒരു കൊച്ചു കൗതുകം കണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഹോട്ടലില് ക്യാഷ് കൗണ്ടറിൽ ഒരു കോഴിയാണ് ഇരിക്കുന്നത്. നമ്മളെപ്പോലെ ഭയങ്കര വ്യക്തമായിട്ട് മലയാളം സംസാരിക്കുന്ന ഒരു കോഴി. ഇവിടെ എന്താ കഴിച്ചത്? പിന്നെ ഇത്ര കാശ്, ആ കാശ് മേടിക്കുന്നു, തിരിച്ചു കൊടുക്കുന്നു, പാഴ്സൽ ഓർഡർ ചെയ്യുന്നു. ഇത് കണ്ടപ്പോ ഇയാൾക്ക് ഭയങ്കര കൗതുകമാണ്. പൊള്ളാറുടെ കോഴി മലയാളം സംസാരിക്കുന്ന കോഴി. അങ്ങനെ ഇയാള് ആ ഇതിന്റെ ഹോട്ടലിന്റെ ഓണറെ വിളിച്ചു. ഓണറോട് ചോദിച്ചു എവിടുന്ന ഈ കോഴി എന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു ഇത് കൊള്ളാറുണ്ട് മലയാളം സംസാരിക്കുന്ന. അപ്പൊ ഓണർ പറഞ്ഞു ഇത് മലയാളം മാത്രമല്ല 44 ഭാഷകൾ സംസാരിക്കുന്ന കോഴിയാണ്. അപ്പൊ ഇയാൾക്ക് കൗതുകം കൂടി. കൊള്ളാനും കോഴി ഇത് എവിടെ നിന്നാണ്? എൻ്റെ ഒരു സുഹൃത്ത് വിദേശത്ത് നിന്ന് എനിക്ക് സമ്മാനിച്ചതാണ്. എനിക്ക് തരുന്നത് എത്ര കാശ് നോക്കണ്ട, പൈസയുടെ എത്ര കാശ് വേണമെന്ന് തന്നേക്കാം, എനിക്ക് തരുമെന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ ഒരിക്കലും ഒരു സാർ, കാരണം ഈ കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ബിസിനസിന്റെ ഭാഗമാണ്. ഈ കോഴിനെ കാണാൻ വേണ്ടി തന്നെ ഒരുപാട് ആളുകൾ ഒത്തിരി ദൂരങ്ങളിൽ നിന്ന് ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നത്. ഒരിക്കലും ഇത് കൊടുക്കില്ല സാർ. പക്ഷെ ഇയാൾ വിടാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ ഇയാൾ വിലപേശി 50 ലക്ഷം രൂപ മുടക്കിയിട്ട് ഈ കോഴിയെ സ്വന്തമാക്കി. അങ്ങനെ ആ കോഴിയുടെ കാറ് വെച്ചിട്ട് ഇയാൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് കാറ് ഷെഡിൽ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങാനായിട്ട് കോഴിയുടെ അടുത്ത് ഇയാൾ ആലോചിച്ചു, വേണ്ട 50 ലക്ഷം രൂപയുടെ 44 ഭാഷകൾ സംസാരിക്കുന്ന കോഴിയാണ്. അങ്ങനെ ഭാര്യയുടെ മുമ്പിൽ പെട്ടെന്ന് കൊണ്ട് ചെറുണ്ടാവും, ഒരു വില ഉണ്ടാവില്ല. ഇതിനെ സർപ്രൈസ് ആയിട്ട് അവിടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാം. കോഴി അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് പുള്ളി പോയി കുളിച്ച് റെഡിയായി ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു. ഭാര്യ ഫുഡ് വിളമ്പി. ഇയാളെ പതിവില്ലാത്ത കോഴിക്കറി കണ്ടു. എന്താണ് വിശേഷം എന്ന് വെച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾ കോഴി പിടിച്ച് കാറിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിയില്ലെന്നു. ഞാനതിനെ കൂട്ടാൻ വെച്ചു. അയാൾ കിടക്കിപ്പോ ഇയാൾ പറഞ്ഞു എന്ത് മണ്ടത്തിലൂടെ എന്തേ അറിയാവുന്ന കോഴിയത് അല്ല, അത് 50 ലക്ഷം രൂപ വില ലഭിക്കുന്ന 44 ഭാഷകൾ സംസാരിക്കുന്ന കോഴിയാണ്. ഈ ആളുകൾ കുറിച്ച് നോക്കിയിട്ട് നിങ്ങളാണ് പറ്റിച്ചതാണ് 50 ലക്ഷം രൂപ കോഴി. ഇനി സത്യമാണ്, ഞാൻ കണ്ടതാണ് സംസാരിക്കുന്നത്. ചുമ്മാ നിങ്ങളെ പറ്റിച്ച ഇനി ഞാൻ എന്തിനാ പറഞ്ഞത്? അത് 50 ലക്ഷം രൂപയുടെ കോഴിയാണ്, 44 ഭാഷ സംസാരിക്കും പറഞ്ഞു. മനുഷ്യ അത് 44 ഭാഷ സംസാരിക്കുന്നത്. അതിന്റെ കഴുത്തിൽ ഞാൻ കത്തി വെച്ചപ്പോ ഏതെങ്കിലും ഒരു ഭാഷയുള്ളത് എന്നോട് പറയണ്ട എന്നെ കൊല്ലലേന്ന് അത് പറഞ്ഞോ. അപ്പൊ നിങ്ങളാരും പറ്റിച്ചതാണ്. അപ്പൊ ഇതാണ് ഈ കഥയുടെ ജീവിതം. കഴിവുണ്ടായിട്ടും കാര്യമില്ല. അത് പ്രകടിപ്പിക്കേണ്ട സ്ഥലത്ത് നമ്മൾ പ്രകടിപ്പിച്ചില്ലെങ്കിൽ സംഭവിക്കുന്നത് ഇതുപോലത്തെ കാര്യങ്ങളായിരിക്കും. എന്തായാലും ഇവിടെ ഇന്ന് വരാനും നിങ്ങളോടൊപ്പം കുറച്ചു നേരം ചെലവഴിക്കാനൊക്കെ സാധിച്ചതിൽ അതിയായ സന്തോഷം. ഞാൻ ഈ സ്റ്റേജ് കണ്ടപ്പോൾ എൻ്റെ അച്ഛനോട് പറഞ്ഞോളൂ, ഇതൊരു അവാർഡ് നൈറ്റിൻ്റെ സ്റ്റേജ് പോലെ ഇരിക്കുന്നു, അതിഗംഭീരമായിട്ടുണ്ട്. സന്തോഷം. അപ്പോൾ ഞാനിവിടെ വരാൻ കാരണക്കാരൻ കലാഭവനിലെ എൻ്റെ പ്രിയ സുഹൃത്ത് ജോണേട്ടനാണ്. ജോണേട്ടൻ്റെ ഫ്രണ്ടാണ്. ജോണേട്ടനാണ് എന്നെ വിൻഡോച്ചിനെ
പരിചയപ്പെടുത്തി തന്നത്. രണ്ടു മൂന്ന് വട്ടം ഞങ്ങൾ സംസാരിച്ചുള്ളെങ്കിലും വിദ്യാഭ്യാസത്തിന് ഞാൻ നല്ല സുഹൃത്തുക്കളായി. ഇനി ആ സൗഹൃദം എന്നും കാത്തു സൂക്ഷിക്കും. കാരണം സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മളെ പിന്നെ നല്ല പുഞ്ചിരി, മറ്റുള്ളവരോട് ഹൃദയം തുറന്ന് സംസാരിക്കുക, മനസ്സ് തുറന്ന് ചിരിക്കുക, ഇത്രയൊക്കെ മതി നല്ലൊരു ജീവിതത്തിന്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ ഇവിടെ കലാപരിപാടി അവതരിപ്പിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അവർക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.